ഗെയ്സ്, രാവിലെ തന്നെ നമ്മൾ സോഞ്ചേട്ടനെ ഒന്ന് പൂപ്പള്ളി ഇറക്കാൻ പോവാം. പുള്ളിക്ക് ഇന്ന് വിവാഹൊരുക്ക ധ്യാനം തുടങ്ങുക. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ വർക്കിന് വേണ്ട സാധനങ്ങളൊക്കെ വണ്ടിയിലെടുത്ത് സെറ്റാക്കിയിട്ട് നേരെ നമ്മൾ വർക്കിന് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് തായങ്കരിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ട് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ മോർണിംഗ് സെഷനിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ജീവന്റെ വർക്കായിരുന്നു ഇന്ന്. അതിന്റെ മേളാങ്കിക്കലാണ് അവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സിംഗിൾ ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും ഒക്കെ എടുത്തു. ചൂട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ തന്നെ ഉപജ്ഞാനം ചെയ്തൊരു ഐഡിയ ചെയ്ത് ഫാൻ നമ്മുടെ അല്ല വണ്ടിക്കാരനെ അടിച്ചു മാറ്റിയതാ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ ഇനി പള്ളിയിലേക്ക് വരുക. പള്ളിയിൽ ചെന്നൊരു 5 മിനിറ്റ് കിട്ടിയുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് നേരെ കുർബാന തുടങ്ങി. അങ്ങനെ നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ റിസപ്ഷൻ ഹാളിലേക്ക് പോവാം. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഫാമിലീസിന്റെ ഒക്കെ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടുത്തെ പരിപാടികൾ വൈൻഡപ്പ് ചെയ്തിട്ട് അവരുടെ അടുത്ത ഡ്രസ്സിലുള്ള കുറച്ച് കപ്പിൾ ഫോട്ടോസ് കൂടെ കവർ ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മൾ അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് നല്ല കിടിലം കുറച്ച് ഫോട്ടോസ് എടുത്ത് നമുക്ക് ഫാൻ തന്ന വണ്ടിക്കാരനോട് ബൈയും പറഞ്ഞ് ഇനി നേരെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് കുറച്ച് ചടങ്ങുകളുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ നമ്മുടെ പള്ളിയിലേക്ക് പോവാം. പള്ളിയിൽ ഇന്ന് നമ്മുടെ യുവദീപ്തിയാണ് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്ത് നേരെ വൈകുന്നേരം ആയപ്പം വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെന്ന് രാവിലത്തെ വർക്കിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.